ബംഗ്ലാദേശ് പ്രധാനമന്ത്രി മുഹമ്മദ് യൂനുസ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫും കൂടിക്കാഴ്ച നടത്തി. ഈജിപ്തിൽ നടക്കുന്ന D8 രാജ്യങ്ങളുടെ ഉച്ചകോടിക്കിടെയായിരുന്നു കൂടിക്കാഴ്ച. 71-ലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയും പാകിസ്ഥാൻ ബംഗ്ലാദേശ് വാണിജ്യ ബന്ധങ്ങൾ ശക്തമാക്കുന്നതിനും ധാരണയിലെത്താനാണ് തീരുമാനം. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഓഫ് റീജിയണൽ കോർപ്പറേഷന്റെ പുനഃസംഘടന സംബന്ധിച്ചും യൂനുസ് ഷരീഫ് സംസാരിച്ചു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേർന്നുണ്ട്. ഐസൻ, വളരെ സുപ്രധാനമായ ഒരു കൂടിക്കാഴ്ച തന്നെയാണോ നടന്നിരിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളിലാണ് കൂടുതൽ തീരുമാനമായിരിക്കുന്നത്? ദേവിക, ഈ കൂടിക്കാഴ്ചയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവം എന്ന് പറയുന്നത്, ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ നോക്കിക്കാണുന്നത് നിലവിൽ ഒരു സെക്യുലർ സ്വഭാവമുള്ള ഒരു സംഘടനയായി, ഒരു രാജ്യമായി തുടരുകയായിരുന്നു ബംഗ്ലാദേശ്. സ്വാഭാവികമായും ഒരു ഇസ്ലാമിക സംഘടനയുമായി അംഗത്വമുണ്ട് എങ്കിൽ കൂടി കാര്യമായൊരു ചർച്ചകളിലോ അല്ലെങ്കിൽ ഉൾച്ചേരലുകളിലോ അല്ലെങ്കിൽ തുടർന്നുള്ള ഇടപെടലുകളോ ഒന്നും കാര്യമായി D8 രാജ്യങ്ങളുമായി ബംഗ്ലാദേശ് പുലർത്തിയിരുന്നില്ല മുൻ സർക്കാരിൻ്റെ കാലം വരെ എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം നിലനിൽക്കെയാണ് ഇപ്പോൾ മുഹമ്മദ് യൂനുസും അതുപോലെ തന്നെ ഷഹബാസ് ഷെരീഫും കൂടിക്കാഴ്ച നടത്തിയത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വളരെ ഊഷ്മളമായൊരു ബന്ധം തുടരാനുള്ള രണ്ട് നേതാക്കളുടെയും ഒരു തീരുമാനമുണ്ടാകുന്നു എന്നതിന് കൃത്യമായ തെളിവ് തന്നെയാണ് ആ ശരീരഭാഷയിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഇവിടെയാണ് ഏറെ ഗൗരവമേറിയൊരു വിഷയം ഉയർന്നു വരുന്നത്. നമുക്കറിയാവുന്നതാണ്, തസ്ലിമ നസ്രീൻ ഉൾപ്പെടെയുള്ള അവിടെ നിന്ന് ഇത്തരത്തിലുള്ള പീഡനങ്ങളൊക്കെ ഏൽക്കേണ്ട സാഹചര്യമുണ്ടായി. അതായത് ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകളെ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ രാജ്യം വിട്ടു പോകേണ്ടി വന്ന സാഹിത്യകാരി തസ്ലിമ നസ്രീൻ ഇപ്പോൾ അവർ ഡൽഹിയിൽ കഴിയുകയാണ്. അവരെല്ലാം പറഞ്ഞതുപോലെ 1971-ൽ ആർക്കു വേണ്ടിയാണോ ഭാരതത്തിൻ്റെ നിരവധി സൈനികർ ജീവത്യാഗം ചെയ്തത്, അതുപോലെ തന്നെ നിരവധി പേർക്ക് അഭയമായത്, അത്തരത്തിലുള്ള ഒരു രാജ്യവുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് നേരെ ആ രാജ്യത്തിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നത്, അതായത് ഭാരതത്തിനെതിരായ നിലപാട് വളരെ കൃത്യമായി പാകിസ്ഥാൻ സ്വീകരിക്കുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ അത് സംബന്ധിച്ച് നിരവധിയായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഭീകരാക്രമണങ്ങൾക്ക് ഫണ്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഭീകരരെ നുഴഞ്ഞു കയറാനുള്ള സൗകര്യമൊരുക്കുക, അത്തരത്തിൽ കാശ്മീരിലെല്ലാം വിഷയങ്ങൾ ഉണ്ടാക്കുക, അത്തരത്തിൽ ഗുരുതരമായി ഏത് രാജ്യത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണോ തങ്ങളുടെ ആ ഒരു സ്വത്വം വീണ്ടെടുക്കാൻ സാധിച്ചത് ആ രാജ്യത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവരുടെ ശത്രു രാജ്യത്തേക്ക് വീണ്ടും പോകുന്നു എന്ന രൂക്ഷമായൊരു വിമർശനം തസ്ലിമ നസ്രീൻ ഉയർത്തിയത് ആ ദിവസങ്ങൾക്ക് മുമ്പാണ്. ആ ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ ആ രൂക്ഷ വിമർശനം കുറെ കൂടി യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ കുറെ കൂടി ശക്തമായി നടപ്പാകുന്നുണ്ട് എന്നതിന് തെളിവ് കൂടിയാണ് ഈ കൂടിക്കാഴ്ച എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഈ രാജ്യങ്ങൾ, അതായത് ഇസ്ലാമിക രാജ്യങ്ങൾ, ഇസ്ലാമിക് ഭരണ സ്വഭാവമുള്ള രാജ്യങ്ങളിലേക്ക് ഒരു സെക്യുലർ സ്വഭാവമുണ്ടായിരുന്ന ഭരണഘടനയെ തള്ളിപ്പറഞ്ഞ് അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കി മുഹമ്മദ് യൂനുസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത് ഏത് അപകടമാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതുമാണ്. തീർച്ചയായും ഇത്തരത്തിലൊരു വിഷയമാണ് ഇവിടെ അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ പല വിഷയങ്ങളും ചർച്ചയായി. ആ വിഷയങ്ങൾ ചർച്ചയായതിൽ തീർച്ചയായും നയതന്ത്ര ബന്ധങ്ങൾ തന്നെയാണ്, ഈ D8 രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ തന്നെയാണ് പ്രാധാന്യത്തോടെ കാണുന്നത് എങ്കിൽ കൂടി അതിൻ്റെ ഒരു ആഘാതം നമുക്കറിയാവുന്നതാണ്. ഇത്തരത്തിലുള്ള വാണിജ്യ ബന്ധങ്ങൾ ശക്തമാക്കുക, അതുപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുക, പാകിസ്ഥാൻ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക, അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം നടത്തുമ്പോൾ ഏത് രീതിയിലാണിത് മറ്റൊരു ആഘാതമായി വന്നു ചേരുക, ഏത് രീതിയിലുള്ള താല്പര്യങ്ങളാണ് അവിടെ നടപ്പാക്കപ്പെടുക എന്നതെല്ലാം തന്നെ അതീവ ഗൗരവതരമായി പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കറിയാവുന്നതാണ്, 1971-ലാണ് മുജീബുർ റഹ്മാൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു വോട്ടെടുപ്പിനെതിരെ കൃത്യമായ നിലപാടെടുക്കുകയും മുജീബുർ റഹ്മാൻ്റെ അവാമി ലീഗ് നിലപാടെടുക്കുകയും ചെയ്തത്. അതിന് പിന്നാലെ ഒരു പട്ടാള നീക്കങ്ങളെല്ലാം തന്നെ സൈന്യം അവിടെ നടത്തുകയും ചെയ്തു, പാകിസ്ഥാൻ സൈന്യം നടത്തുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഭാരതം കൃത്യമായൊരു ഇടപെടൽ നടത്തുകയും ആ രാജ്യത്തിൻ്റെ സ്വത്വം വീണ്ടെടുക്കുന്നതിന്, അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ, തീർച്ചയായും അതൊരു ഇസ്ലാമിക രാജ്യമാണ് എങ്കിൽ കൂടി അതിൻ്റെ എത്നിക് സ്വഭാവങ്ങൾ, അതായത് അതിൻ്റെ വംശീയ സ്വഭാവങ്ങളെല്ലാം തന്നെ വൈവിധ്യങ്ങളായി നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നേരെ തിരിച്ചാണ്, പാകിസ്ഥാൻ്റെ സ്വഭാവത്തിന് നേരെ തിരിച്ചാണ് ബംഗ്ലാദേശിൻ്റെ സ്വഭാവം നേരത്തെ ഇതുവരെ ആയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ആ സമൂഹത്തിൻ്റെ സ്വഭാവമായിരുന്നുവെങ്കിൽ ആ രാജ്യവുമായി കൂട്ടുകൂടാനുള്ളൊരു നീക്കം നടത്തുന്നു എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. തീർച്ചയായും ഭാരതം അതീവ ഗൗരവത്തോടെ ഈ വിഷയത്തെ നോക്കിക്കാണുന്നുണ്ട്. നിലവിൽ അതൊരു വാണിജ്യ ബന്ധങ്ങളും അതുപോലെ തന്നെ അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങളുടെയും പരിധിയിൽ നിൽക്കുന്നു എങ്കിൽ കൂടി ഒരു പരിധിവരെ പാകിസ്ഥാൻ്റെ ഇന്ത്യാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ശക്തി നൽകാനുള്ള, അല്ലെങ്കിൽ ശക്തമാക്കാനുള്ള ഒരു സാധ്യത കൂടി തുറക്കുക എന്നതാണ് പാകിസ്ഥാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി തന്നെ പുറത്തു വരുന്ന സൂചനകളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഗൗരവമേറിയൊരു സംഭവമാണ് ഈ കൂടിക്കാഴ്ചയിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ്. അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയായി വരാനുള്ള സാധ്യതയുണ്ട്. സൈനികമായോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങളോ ഒന്നും ഭാരതത്തിൻ്റെ നേരെ എടുക്കാവുന്ന അത്ര ശക്തിയുള്ള, ഭാരതത്തെ വെച്ച് നോക്കുമ്പോൾ ദുർബലമായ രാജ്യങ്ങളാണ് എങ്കിൽ
കൂടി അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നേരത്തെ തസ്ലിമ നസ്രിൻ പറഞ്ഞതുപോലെ ആരാണോ തങ്ങളുടെ അസ്തിത്വം വീണ്ടെടുക്കാൻ വേണ്ടി സഹായിച്ചത് അവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആരാണോ തങ്ങൾക്ക് നീതി നിഷേധിച്ചത് ചരിത്രത്തിൽ അവരോടൊപ്പം കൂടുന്നു എന്ന വലിയൊരു വിമർശനം ലോകത്തുണ്ട്, സാഹിത്യരംഗത്തുണ്ട്, അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്തുണ്ട്. ഇപ്പോൾ നിലവിലത് രാഷ്ട്രീയ സത്യമായി മാറുകയും ചെയ്തിരിക്കുകയാണ്. ശരി, സമഗ്രമായ റിപ്പോർട്ട് പങ്കുവച്ചത് ഇന്റർനാഷണൽ ഡെസ്കിൽ നായിസൻ ജോസ്.